ഉണ്ടോന്നോ? ഇവളുടെ നാട്ടിലെ ക്ഷേത്രത്തില് പൂജയും വഴിപാടുകളും കഴിക്കാൻ ഞാൻ അങ്കിളുടെ ആന്റിയുടെയും കൂടെ പോയപ്പോഴാ ആദ്യമായിട്ട് ഞാൻ ഇവളെ കാണുന്നത്. ഇവളിപ്പോ എന്റെ ഹോസ്റ്റലിലാ താമസം. കാണുന്നിടത്ത് വെച്ചെല്ലാം എന്നെ ഇറിറ്റേറ്റ് ചെയ്യല ഇവളുടെ മെയിൻ ജോലി. മെക്കെട്ട് കയറൽ അവളെ ഹോബിയാണെന്നാ തോന്നുന്നേ. അവള് മേഡത്തെ ഇറിറ്റേറ്റ് എന്ന് പറഞ്ഞില്ലേ, അതുപോലെ അവൾ കരുണാകരൻ സാറിനോട് ഉടക്കിയിട്ടുണ്ട് അല്ലേ സാറേ? നിന്നെ ആരെങ്കിലും ഇപ്പൊ കിട്ടി വിളിച്ചാ നീ പോയി എന്റെ ജോലി നോക്ക്. ഏയ് നിക്ക്. എന്താ കരുണാകരൻ സാറേ, അവളുമായിട്ട് കരുണാകരൻ സാറിന് എന്താ പ്രശ്നം? പ്രശ്നോ? എന്ത് പ്രശ്നം? ഒന്നുമില്ല മാഡം. അതല്ല, എന്തോ ഉണ്ട്. കരുണാകരൻ സാർ പറയാത്തതാ. ആ നീ പറ. അന്ന് സാറിന്റെ കരണത്തടിച്ചത് അവളാ. അവളായിരുന്നോ? എന്നിട്ടാണോ കരുണാകരൻ സാർ അവളെ ഇവിടെ ജോലിക്ക് വെച്ചത്? ജോലി കൊടുക്കാതെ അവളെ അന്ന് എന്നെ പറഞ്ഞയച്ചിരുന്നെങ്കിൽ സാറിന് അവളെ ഇങ്ങനെ ശിക്ഷിക്കാൻ കഴിയായിരുന്നു. എന്നുവെച്ചാ അവൾക്ക് നല്ല ശിക്ഷ കൊടുക്കാൻ വേണ്ടിയാ കരുണാകരൻ സാർ അവളെ ജോലിക്ക് വെച്ചേ. ദിവസവും ശിക്ഷ കൊടുത്തോണ്ടിരിക്കുക, അവളെ ചക്രശ്വാസം വലിപ്പിക്കുക. കരുണാകരൻ സാറേ, അവളെ നരകിപ്പിക്കണമെന്ന് എനിക്കും നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ അതിനു വേണ്ടി അവളെ ഈ കമ്പനിയിൽ പിടിച്ചു നിർത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പൂജയും വഴിപാടുകളും ചെയ്യാൻ അവളെ സഹായിച്ചതുകൊണ്ടാണ് കുടുംബത്തിലെ പ്രശ്നങ്ങൾ തീർന്നതെന്നും കമ്പനിക്ക് ഉയർച്ചയുണ്ടായതെന്നുമാണ് അങ്കിളിന്റെ വിശ്വാസം. അവൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞ കുറച്ചു മുന്നേ കരുണാകരൻ സാർ പറഞ്ഞ പോലെ അങ്കിൾ അവളെ തലയിൽ എടുത്തു വെച്ച് നടക്കും. അതുകൊണ്ട് അവളെ ഇന്ന് തന്നെ ജോലിന്ന് പറഞ്ഞു വിടണം. ക്യാമറ വെച്ച തെമ്മ